മറ്റുള്ളവരുടെ കുറ്റാരോപണങ്ങളിൽ ക്ഷീണിതയായി പോയ ഒരു സഹോദരിയെ കുറിച്ച് ഇന്നത്തെ ഡെയിലി മന്നയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു കർത്താവ് ഈ ലോകത്തിൽ അനേകർക്ക് സമാധാനവും സൗഖ്യവും വിടുതലും ഒക്കെ നൽകി ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ദൈവത്തിന്റെ വചനമായ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീയെ ഒരു കൂട്ടം ആളുകൾ കൊണ്ടുവരികയാണ്. ആളുകൾ അവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച് യേശുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. അന്നത്തെ ജനത്തിന്റെ രീതി അനുസരിച്ച്, ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്നുള്ള വിധി നടപ്പിലാക്കുവാൻ അവർ യേശുവിന്റെ മുമ്പിലേക്ക് സ്ത്രീയെ കൊണ്ടുവരികയാണ്. യേശു കർത്താവെ, നീ ഇവളെ കുറിച്ച് എന്താ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം പേർ ഇതാ അവളുടെ ചുറ്റും നിൽക്കുകയാണ്. എന്റെ വീക്ഷണം ആ സ്ത്രീയിലേക്കാണ്. അവളുടെ മനസ്സ് തന്നെ കുറ്റം വിധിച്ച് ചുറ്റും നിൽക്കുന്ന ഈ ഒരു വലിയ സമൂഹത്തിന് മുൻപിൽ ഒറ്റപ്പെട്ട് വിഷമം താങ്ങുവാനാകാതെ, സഹിക്കുവാനാകാതെ, ഒരുപക്ഷെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി കരയുന്ന, കണ്ണുനീര് നിറഞ്ഞ ആ കണ്ണുകളുമായിട്ട് അവൾ നിൽക്കുകയാണ്. ആർക്ക് എന്നെ സഹായിക്കുവാൻ സാധിക്കും, എനിക്ക് അനുകൂലമായിട്ട് ആര് സംസാരിക്കും എന്നൊക്കെ ഓർത്ത് ഒരുപക്ഷെ ഭാരപ്പെട്ട് ഇവർ നിൽക്കുമ്പോൾ യേശു കർത്താവ് ആ സമൂഹത്തോടായി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമതായി അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായ യേശു കർത്താവിന്റെ മുമ്പിൽ അവർക്കാർക്കും മിണ്ടുവാൻ സാധിച്ചില്ല. കാരണം ഒരുപക്ഷെ ആദ്യം കല്ലെറിവാൻ എടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ പാപമായിരിക്കും യേശു ആദ്യം പറയുക. അതുകൊണ്ട് അവിടെ നിന്ന് മൂത്തവരും ഇളയവരുമായി ഒരുപോലെ അവിടെ വിട്ടു പോവുകയാണ്. അതിനുശേഷം യേശു കർത്താവും സ്ത്രീയും ശേഷിക്കവേ യേശു ആ സ്ത്രീയോട് ഇപ്രകാരം പറയുകയാണ്, സ്ത്രീയെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. നീ പോക, ഇനി പാപം ചെയ്യരുത്. എല്ലാവരാലും കുറ്റം വിധിക്കപ്പെടുന്ന, ശിക്ഷ വിധിക്കുന്ന ഈ ലോകത്തിൽ ശിക്ഷ വിധിക്കാതെ സ്നേഹത്തോടെ ചേർത്തണയ്ക്കുന്ന സ്നേഹനിധിയാണ് കർത്താവായ യേശു. അത് യേശു കർത്താവ് നിങ്ങളെ നോക്കി പറയുകയാണ്, കുഞ്ഞെ, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അനേക വ്യക്തികളും മതങ്ങൾക്കകത്ത് കുറ്റം വിധിക്കുന്ന ഒരു സംവിധാനത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ കുറ്റം വിധിക്കാത്ത യേശു നിങ്ങളോട് കൂടെയുണ്ട്, അവിടെ നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ വഴി നടത്തട്ടെ. ഗോഡ് ബ്ലസ്.